ഈ വാതിലും പൂട്ടി ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്നറിയാമോ? ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി എവിടെ നിന്ന് വെച്ചാൽ വൈപ്പിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വൈപ്പിൻ്റെ എവിടെയാണ്. എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് പോണേ. അപ്പോൾ അവിടെ അനിയത്തിൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞങ്ങളതേ പോണേണ്. അപ്പോൾ പോണ വഴിക്കാണ് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാമെന്ന് വെച്ച്. ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി യൂസ് കയറിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കയറണത് തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങളവിടെ നിന്ന് സീമാട്ടി കയറി ചെന്ന സമയം 8 മണി 8:30 അവിടെ ക്ലോസ് ചെയ്യും. അവിടെ ഓരോ ഫ്ലോറും ക്ലോസ് ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടി ചാടി ഓടി പോയിട്ടാണ് നമ്മൾ നോക്കാൻ നിന്നില്ല. കിട്ടി ഡ്രസ്സ് എടുത്ത് അങ്ങോട്ട് പാക്ക് ചെയ്ത് ബില്ല് ചെയ്യാൻ വേണ്ടി പിന്നെ 2nd ഫ്ലോറിൽ പോകേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കാളമുക്കുന്ന സ്ഥലമില്ലേ മീൻ കിട്ടണം, അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ വണ്ടി നിർത്തുക, അവിടെ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടറാ മഴ പെയ്തപ്പോൾ തന്നെ ഓടി വണ്ടി കയറി. നല്ല കിടക്കാച്ചി മഴയിരുന്നിട്ടാ. ഇച്ചിരി അങ്ങോട്ട് വൈകിച്ചെങ്കിൽ മഴ നനഞ്ഞ് കുതിർന്ന് പോയാനെ. പിന്നെ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തിച്ചാൽ നടക്കണം. അങ്ങാട് പോണായിരുന്നു. അവിടെ ചെന്നപ്പോൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പടക്കം പൊട്ടിക്കലായിരുന്നു. പിന്നെ ചെന്നപ്പോൾ തുടങ്ങി പടക്കം പൊട്ടാൻ. എനിക്ക് ഈ പടക്കം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പേടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ പേടിയുള്ളൊരു സാധനമില്ല. പക്ഷേ അവിടെയുള്ള പിള്ളേർക്കൊക്കെ ഒന്നും ഒരു പേടിയില്ല. നല്ല രസമായിട്ടാണ് പടക്കം പൊട്ടിച്ചത്. കുറേ ടൈപ്പ് പടക്കം ഉണ്ടായിരുന്നു. കമ്പിത്തിരി, മത്താപ്പ്, പിന്നെ തൊട്ടാണ് റോക്കറ്റ്, പിന്നെ ഗുണ്ട്, അങ്ങനെ കുറേ പടക്കമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചുണ്ടായിരുന്നു. ആ ചക്കനാണെങ്കിൽ ഒരു പേടിയുമില്ല. അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം നോക്കി നിന്നിട്ടാ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇത് തീരല്ല. അതിൻ്റെ ഇടയിൽ ഒരു റോക്കറ്റ് തിരിഞ്ഞ് അതായത് അതിൻ്റെ തിരിയും അപ്പുറത്തെ വശത്തോട്ട് വെക്കണമെങ്കിൽ ഇപ്പുറത്തോട്ട് വശത്തോട്ട് വെച്ച്. പിന്നെ ഒരു തെങ്ങുണ്ടായ കാരണം അത് തിരിഞ്ഞ് അവിടെ തന്നെ വന്ന് വീണില്ലെങ്കിൽ അത് പിഴക്കാത്തോട്ട് വന്നാണ്. അങ്ങനെ കോമഡിയൊക്കെ ആയിരുന്നു, കുറേ കോമഡി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ തിരികെ കഴിച്ച് ഭക്ഷണം കഴിക്കായിരുന്നു. എന്തുട്ടായിരുന്നു അറിയാം, ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ പിള്ളേർ സെറ്റിന് കൊടുത്തപ്പോൾ ഞാനും കയറുന്നു. ആദ്യം ഫുഡ് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വിശക്കണില്ലെന്ന് പറഞ്ഞ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ വിശക്കാൻ തുടങ്ങി. പിന്നെ കേക്കൊക്കെ കഴിച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അല്ല കേക്ക് മുറിക്കാൻ നേരത്തെ നമ്മളുണ്ടായിരുന്നല്ലോ. അങ്ങനത്തെ കേക്കൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ എടുത്ത് പിള്ളേരുടെ കൂടെ പിള്ളേർക്ക് കൊടുക്കേണ്ടത് ഞാൻ ചാടിക്കറിയാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നിട്ടാ. അത് കഴിഞ്ഞതേ ഞങ്ങൾ പോകാൻ നിൽക്കുന്നപ്പോഴത്തേക്ക് അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു യാത്രയൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു.